കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ബഷീർ അനുസ്മരണവും ചെറുകഥാ പുരസ്കാര വിതരണവും നടത്തി. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, കാഞ്ഞങ്ങാട്. വായനാ മാസാചരണത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര വിതരണവും നടത്തിയത്. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വായനാ മാസാചരണം, വായനാ പക്ഷാചരണം, വായനാ വാരാചരണം, അങ്ങനെ വിവിധ തലത്തിലുള്ള പരിപാടി ഈ മാസങ്ങളിൽ നമ്മുടെ നാട്ടിലാകെ നടക്കുകയാണ്. ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണം ജൂൺ 19 ആരംഭിച്ച് നാളെ വരെ ജൂലൈ 7 വരെയുള്ള തീയതികളിലായിട്ട് നടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വളരെ ബഹുമാന്യരായിട്ടുള്ള പല സാഹിത്യകാരന്മാരുടെയും എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും ഒക്കെ തന്നെ ജന്മദിനങ്ങളും ചരമദിനങ്ങളൊക്കെ തന്നെ ഈ ഇടയിൽ കടന്നു പോകുന്നുണ്ട്. പ്രമുഖ സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി ചെറുകഥാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ തീവണ്ടിയിലല്ല, എവിടെ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അവിടെയാണ് ജീവിതമുള്ളൂ. ബസ്സിനുള്ളിൽ ജീവിതമില്ല. ബസ്സിനുള്ളിൽ ഒരേ ദിശയിൽ പോകുന്ന കുറേ യാത്രക്കാരികളും മാത്രമേ ഉള്ളൂ. പുറത്ത് ജീവിതമുണ്ട്. അതുകൊണ്ട് ഉറങ്ങാത്ത മനുഷ്യർക്കാണ് സാഹിത്യം ഉണ്ടാക്കാൻ പറ്റുക. ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണും. അവിടെ എഴുത്തുകാരെപ്പോഴും ഉറങ്ങുന്നില്ല. മഹാകവി കുട്ടമത്ത്, അദ്ദേഹത്തിൻ്റെ വീട് കുറച്ചപ്പുറം. നിങ്ങൾ പോയി കാണാത്തവർ കാണണം, വളരെ അടുത്താണ്. അന്ന് ഈ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചില ദിവസം സൂര്യാസ്തമനം കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ കവിൻ്റെ മുകളിലേക്ക് വരും, ഈ കുന്നിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് നടത്തുന്ന ഈ കുന്ന്, ഒരു വലിയ കവി സൂര്യാസ്തമനത്തിൻ്റെ വിചിത്ര സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട്, നൂതനമായ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട് കയറി നിന്ന കുന്നാണ്. അതുകൂടി ഓർമ്മിക്കുന്നതല്ല. യുവ എഴുത്തുകാരൻ KV അർജുനാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഇദ്ദേഹത്തിൻ്റെ കുന്നിന് താഴെയുള്ള ലോകർ എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം. അസിസ്റ്റന്റ് എഡിറ്റർ AP ദിൽന കഥാകൃത്തിനെ പരിചയപ്പെടുത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ T ഗീത പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശാന്ത കന്യാടിൽ, PT പ്രസിഡന്റ് M രാജൻ, പ്രധാനാധ്യാപകൻ KV പത്മനാഭൻ എന്നിവർ ആശംസകൾ നേർന്നു. സീനിയർ അസിസ്റ്റന്റുമാരായ രാജീവൻ കളരിവളപ്പിൽ, TV ബീന, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്ററായ അബ്ദുൾ റഷീദ് ചോല തുടങ്ങിയവരും സംബന്ധിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ സ്വാഗതവും അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ S ചിലങ്ക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.